ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അൽറാജി ബാങ്കിൽ എങ്ങനെ ഇൻ്റർനാഷണൽ ബെനിഫിഷ്യറി ആഡ് ചെയ്യാം. ഒരുപാട് പേർക്കും ഇൻ്റർനാഷണൽ ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് നമ്പർ ഇൻവാലിഡ് എന്ന് കാണിക്കുന്നു എന്നാണ് ഒരുപാട് പേരും പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഇൻ്റർനാഷണൽ ബെനിഫിഷ്യറി ആഡ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതായത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറിലാണ് ആഡ് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ നേരിടുന്നത്. അതുകൊണ്ട് നമുക്ക് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ബെനിഫിഷ്യറി എങ്ങനെ പ്രോപ്പറായിട്ട് ആഡ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അൽറാജി ബാങ്കിൽ എങ്ങനെ ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതുപോലെ ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ എങ്ങനെ ചെയ്യാം, അങ്ങനെ തുടങ്ങിയ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനെ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അൽറാജി ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യാനായി ഏറ്റവും താഴെ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ട്രാൻസ്ഫർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ന്യൂ ബെനിഫിഷ്യറി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിലായി അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇൻ്റർനാഷണൽ ബെനിഫിഷ്യറിയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനായി മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ടു ഇൻഡിവിജ്വൽ, ടു കമ്പനി എന്നുള്ള രണ്ട് ഓപ്ഷനിലുള്ള ബെനിഫിഷ്യറി ആഡ് ചെയ്യാം. കമ്പനി ആണെങ്കിൽ കമ്പനി എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മൾ ഇൻഡിവിജ്വലാണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ സ്വന്തമായിട്ടുള്ള അക്കൗണ്ട് ആയതുകൊണ്ട് ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ രാജ്യം ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആഡ് ചെയ്യുന്ന ബെനിഫിഷ്യറിയുടെ രാജ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം കറൻസി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഇന്ത്യൻ റുപ്പിയാണോ US ഡോളറാണോ അത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. നമ്മളിവിടെ ഇന്ത്യൻ റുപ്പി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ബാങ്കിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. വാലറ്റ് ആണെങ്കിൽ വാലറ്റ് സെലക്ട് ചെയ്യാം. ക്യാഷ് പിക്കപ്പ് ആണെങ്കിൽ ക്യാഷ് പിക്കപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. നമ്മളിവിടെ ബാങ്കിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. അതിനായി ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം താഴെ കാണുന്ന ട്രാൻസ്ഫർ ത്രൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ബാങ്കിലൂടെയും മണിഗ്രാമിലൂടെയും മണി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ബാങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം സെലക്ട് ബാങ്ക് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആഡ് ചെയ്യുന്ന ബെനിഫിഷ്യറിയുടെ ബാങ്ക് ഏതാണോ അത് ഇവിടെ നിന്നും ഡ്രോപ്പ് ഡൗണിൽ നിന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ സെർച്ച് ബാർ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ ബാങ്ക് സെർച്ച് ചെയ്തും കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ സ്റ്റേറ്റ് ബാങ്കാണ് സെർച്ച് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബെനിഫിഷ്യറിയുടെ സ്വിഫ്റ്റ് കോഡ് ഓട്ടോമാറ്റിക്കായി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാങ്കിലേക്കാണ് മണി ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഏറ്റവും താഴെയുള്ള ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബാങ്ക് ബ്രാഞ്ച് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബാങ്കിൻ്റെ ബ്രാഞ്ച് ഏതാണോ അത് ഇവിടെ നിന്നും സെർച്ച് ചെയ്യുക. ഞാനിവിടെ കോട്ടായിയാണ് സെർച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്തു, ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. എൻ്റെ ബാങ്കിൻ്റെ ബ്രാഞ്ച് ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഞാൻ IFSC കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ബ്രാഞ്ചിൻ്റെ പേര് കാണുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിനായി നിങ്ങളുടെ IFSC കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് IFSC കോഡ് അറിയില്ലെങ്കിൽ ഗൂഗിളിൽ പോയി നിങ്ങളുടെ ബാങ്കിൻ്റെ പേര്, സ്ഥലപ്പേര്, IFSC കോഡ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ IFSC കോഡ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. എൻ്റെ IFSC കോഡാണ് ഇവിടെ കാണുന്നത്. അത് ഇവിടെ നിന്നും കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മൾ IFSC കോഡ് പേസ്റ്റ് ചെയ്യേണ്ട ഭാഗത്ത് വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന റൈറ്റ് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും താഴെയായി നമ്മളുടെ ബാങ്ക് ഏതാണോ ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കാണാൻ സാധിക്കും ബാങ്ക് ബ്രാഞ്ച് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബാങ്കിൻ്റെ ബ്രാഞ്ച് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത IFSC കോഡിൻ്റെ ബ്രാഞ്ചാണ് ഇവിടെ കാണുന്നത്. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ബെനിഫിഷ്യറിയുടെ ഫസ്റ്റ് നെയിം ആദ്യത്തെ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ കാണുന്ന ബോക്സിൽ നിങ്ങളുടെ ബെനിഫിഷ്യറിയുടെ ഫാമിലി നെയിം അല്ലെങ്കിൽ നിങ്ങളുടെ ബെനിഫിഷ്യറിയുടെ ഫാദർ നെയിം അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് ബെനിഫിഷ്യറി നാഷണാലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബെനിഫിഷ്യറിയുടെ രാജ്യം ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിന് തൊട്ട് താഴെ അക്കൗണ്ട് നമ്പർ എന്നൊരു ഭാഗം കാണാം. അവിടെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം ചോയ്സ് ബാങ്ക് റീജിയൻ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള, നോട്ട് കേരള എന്ന് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. കേരളത്തിലുള്ളവരാണെങ്കിൽ കേരള സെലക്ട് ചെയ്യുക, കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ നോട്ട് കേരള സെലക്ട് ചെയ്യുക. ഞാനിവിടെ കേരളയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അക്കൗണ്ട് നമ്പർ വാലിഡ് അല്ല, നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. 11 അക്കൗണ്ട് നമ്പറാണ് നമ്മുടെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഉള്ളത്. 12 അക്കൗണ്ട് നമ്പർ അടിച്ചാൽ മാത്രമാണ് നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ഒരു മെസ്സേജിൽ പറയുന്നത്. എൻ്റെ അടുത്ത് കമൻറ്റിലൂടെയും പേഴ്സണലായിട്ടും ഒരുപാട് പേർക്കും അറിയേണ്ട കാര്യമാണ്. അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഇൻവാലിഡ് എന്നാണ് കാണിക്കുന്നതെന്ന് ഒരുപാട് പേരും ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി നിങ്ങളുടെ അക്കൗണ്ട് ആഡ് ചെയ്യേണ്ട പേജിലേക്ക് തിരിച്ചു പോവുക. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സ്റ്റേറ്റ് ബാങ്കാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്വിഫ്റ്റ് കോഡ് ഇവിടെ കാണാൻ സാധിക്കും. അത് ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ആയി വന്നിട്ടുണ്ടാവും. അതിനുശേഷം താഴെ കാണുന്ന ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം അതിന് തൊട്ട് താഴെ നിങ്ങളുടെ ബാങ്കിൻ്റെ ബ്രാഞ്ച് ഏതാണോ അത് ഇവിടെ നിന്നും ടൈപ്പ് ചെയ്ത് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു കോട്ടായി എന്നുള്ളത്, ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് ഇവിടെ നിന്ന് സെർച്ച് ചെയ്യുക. ഞാനിവിടെ പാലക്കാട് നിന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് പാലക്കാട്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് പാലക്കാട് സെലക്റ്റായി വന്നിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പാലക്കാടിന് കീഴിലുള്ള 50 ബ്രാഞ്ചോളം ബാങ്കുകളുണ്ട് പാലക്കാട് ഡിസ്ട്രിക്റ്റിൻ്റെ കീഴിൽ. അപ്പോൾ അത് സെലക്റ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ബെനിഫിഷ്യറി ഡീറ്റെയിൽസാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യത്തെ കോളത്തിൽ ബെനിഫിഷ്യറിയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ കോളത്തിൽ ബെനിഫിഷ്യറിയുടെ ഫാമിലി നെയിമാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് തൊട്ട് താഴെ ബെനിഫിഷ്യറിയുടെ രാജ്യം അത് ഏതാണോ അത് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കണ്ടെത്താൻ സാധിക്കും. ഞാനിവിടെ ഇന്ത്യ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അക്കൗണ്ട് നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റേറ്റ് ബാങ്കിൻ്റെ 11 അക്കങ്ങളുള്ള അക്കൗണ്ട് നമ്പറാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ആഡ് ചെയ്തപ്പോൾ 12 അക്കങ്ങൾ ആഡ് ചെയ്യാനായി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ താഴെ കാണുന്ന കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറി ആക്ടിവേഷൻ ചെയ്യണം. അതിനായി താഴെ കാണുന്ന കാൾ മീ നൗ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അൽട്രാജിയിൽ നിന്ന് ഒരു കോൾ വരുന്നതാണ്. ആ കോൾ എടുത്ത് അവർ പറയുന്ന നമ്പർ അമർത്തി കഴിയുമ്പോൾ നിങ്ങളുടെ ബെനിഫിഷ്യറി ആക്ടിവേഷൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ബെനിഫിഷ്യറി ഹാസ് ബീൻ സക്സസ്ഫുള്ളി ആക്ടിവേറ്റഡ് എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. എൻ്റെ ബെനിഫിഷ്യറി ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ എങ്ങനെ ചെയ്യാം, അതുപോലെ അൽട്രാജി ബാങ്കിൽ ഓൺലൈനായിട്ട് എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അങ്ങനെ തുടങ്ങിയ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.